ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. സോ 7 CBSE എക്സാമൊക്കെ മികച്ച രീതിയിൽ എഴുതി നിങ്ങൾ ഇത് 8ാം ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. മികച്ച മാർക്ക് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. മികച്ച രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ മികച്ച മാർക്കിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സോ 8ാം ക്ലാസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സയൻസിനെ സംബന്ധിച്ചിടത്തോളം ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ എല്ലാ സ്കൂളുകളും എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം തന്നെയാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. സോ ഇന്ന് സാറ് വന്നിരിക്കുന്നത് നമ്മളെ ഒന്നാമത്തെ ചാപ്റ്റർ, അതായത് ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ദ ഇൻവിസിബിൾ ലിവിങ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ. ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നും അതിലെ ഒരു ചെറിയൊരു ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനുമാണ് ഈ ഒരു വീഡിയോയിലൂടെ സാറിപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇൻവിസിബിൾ ലിവിങ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ എന്ന് പറയുന്ന ചാപ്റ്റർ സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെയാണ്, ഇൻവിസിബിൾ ലിവിങ് വേൾഡ്. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കണ്ണുകൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട്, നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ലോകം. അവിടെ സൂക്ഷ്മജീവികളെക്കുറിച്ച് നമ്മൾ പഠിക്കും. എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസംസ്, വളരെ ചെറിയ മൈക്രോ ഓർഗാനിസം, കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ സെല്ലുകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ സെല്ല് എന്താണെന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടി എന്താവും, ഒന്ന് കടുപ്പമാവും എന്നുള്ള കാര്യം ഒരു റിയാലിറ്റിയാണ്. അപ്പം മികച്ച രീതിയിൽ തന്നെ എന്ത് വേണം, നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാറ്, ഞാനെന്ന് പറയുന്ന വ്യക്തി, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സെല്ലുകൾ കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെല്ലുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ടിഷ്യൂസിനെ കുറിച്ച്, ടിഷ്യൂസ് കൂടി ചേർന്നുണ്ടാകുന്ന ഓർഗൻ കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം, അങ്ങനെ ഒരുപാട് ഓർഗൻ സിസ്റ്റംസ് കൂടി ചേർന്നാണ് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതിനെക്കുറിച്ച്, ആ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോ ഓർഗാനിസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ മൈക്രോ ഓർഗാനിസം നമുക്ക് എങ്ങനെയൊക്കെ ബെനിഫിഷ്യൽ ആവുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. മൈക്രോ ഓർഗാനിസം തീർച്ചയായിട്ടും അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഉപകാരികളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ കൃത്യമായ രീതിയിൽ പഠിക്കുകയും വേണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മുൻ വർഷങ്ങളിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അപേക്ഷിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ട് ഒരുപാട് ആക്ടിവിറ്റികൾ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന രീതിയിൽ ടെക്സ്റ്റ് ബുക്കാണ്. എക്സ്പെരിമെൻറ്റ്സ്, ആക്ടിവിറ്റി, നോ ദ സയൻറ്റിസ്റ്റ്, വ്യത്യസ്ത സയൻറ്റിസ്റ്റുകളെ ഒക്കെ പരിചയപ്പെടാനൊക്കെ പറ്റുന്ന മികച്ച രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ആ മികച്ച രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഠിക്കണമെങ്കിൽ മികച്ച രീതിയിലുള്ള സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ വെറുതെ വായിച്ചത് കൊണ്ട് നമുക്ക് അതിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പം മികച്ച രീതിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇനി ഒരു ചെറിയൊരു കോണ്ടന്റ്, ആ ഒരു ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സെല്ലിൻ്റെ ഡിസ്കവറി എന്ന് പറയുന്ന ഒരു ഭാഗം ആ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അവിടെ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനെ നിങ്ങൾ ഓർത്തു വെക്കണം. റോബർട്ട് ഹുക്ക് 1665 അദ്ദേഹം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. മൈക്രോഗ്രാഫിയ എന്നാണ് അതിൻ്റെ, ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരുപാട് ഡ്രോയിങ്സും കാര്യങ്ങളും ഒക്കെ, അദ്ദേഹം ചെറിയ ചെറിയ വസ്തുക്കളെയൊക്കെ ഒബ്സർവ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ തന്നെ സെൽഫ് ഡിവൈസ്ഡ് മൈക്രോസ്കോപ്പിൽ ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ആ കൂട്ടത്തിൽ തിൻ സ്ലൈസ് ഓഫ് കോർക്ക്, മരത്തിൻ്റെ പുറന്തൊലിയുടെ ഭാഗം, കോർക്ക്, വളരെ നേർത്ത കഷ്ണം കോർക്ക് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു. അങ്ങനെ ഈ ഒരു കോർക്ക് കഷ്ണം നിരീക്ഷിച്ചപ്പോൾ അതിൽ ചെറിയ ചെറിയ അറകൾ പോലെ, അതായത് നമ്മുടെ ഹണി കോംബ് സ്ട്രക്ചർ പോലെ ചെറിയ ചെറിയ അറകൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈ അറകൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ റൂമുകൾക്ക് സമാനമാണ്, ചെറിയ ചെറിയ എന്താ പറയുക, മുറികൾക്ക് സമാനമായതുകൊണ്ട് ലാറ്റിൻ പദമായ, ചെറിയ സ്മോൾ റൂം അല്ലെങ്കിൽ ലിറ്റിൽ റൂം എന്ന ലാറ്റിൻ പദമായ സെല്ലുലയിൽ നിന്നാണ് സെല്ലെന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉണ്ടായത്. അപ്പോൾ സെല്ലിനെ ഡിസ്കവർ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം റോബർട്ട് ഹുക്കാണ്. സെല്ലെന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്തത്, ആ സെല്ലെന്ന് പറയുന്ന വാക്ക് കൊടുത്തത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും റോബർട്ട് ഹുക്കാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോർക്ക് സെൽ എന്ന് പറയുന്നത് ഒരു ജീവനുള്ള സെല്ലായിരുന്നില്ല എന്നുള്ളതാണ്. അതൊരു ഡെഡ് സെല്ലാണ്. അപ്പോൾ സെല്ലിനെ കണ്ടെത്തി എന്ന് പറയുമ്പോഴും റോബർട്ട് ഹുക്ക് കണ്ടെത്തിയ സെല്ല് ഇറ്റ് വാസ് എ ഡെഡ് സെല്ല്.
പിന്നീട് 1674 ഒരു ഡച്ച് സയൻറ്റിസ്റ്റായ ലെൻസ് മേക്കറാണ് അദ്ദേഹത്തിൻ്റെ പേര് ആന്റോൺ വാൻ ലീവൻ ഹുക്ക് എന്നാണ്. അദ്ദേഹമാണ് പിന്നീട് ലിവിങ് സെല്ലിനെ കണ്ടെത്തിയത്. അദ്ദേഹം പോണ്ട് വാട്ടർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പല സാധനങ്ങളും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ബ്ലഡ്, സെമൻ, അങ്ങനെ കുറേ സാധനങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോണ്ട് വാട്ടർ അദ്ദേഹം എക്സാമിൻ ചെയ്തപ്പോൾ അതിൽ ഒരുപാട് ചെറിയ ചെറിയ ജീവികൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്നതായിട്ട് കണ്ടു. പ്രോട്ടോസോവൻസ്, ആൽഗേസ്, ബാക്ടീരിയ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ അദ്ദേഹം കാണുകയുണ്ടായി. ആനിമൽ ക്യൂൾസ് എന്ന് അദ്ദേഹം വിളിക്കുകയുണ്ടായി. അപ്പം ലിവിങ് സെല്ലിനെ കണ്ടെത്തിയത് ആന്റോൺ വാൻ ലീവൻ ഹുക്കാണ്. അപ്പോൾ അവിടെയാണ് നമ്മളെ ഒരു പഠിക്കേണ്ട ഒരു ഡെപ്ത് വരുന്നത്. സെല്ല് കണ്ടെത്തിയത് എന്ന് ജനറലായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം റോബർട്ട് ഹുക്കാണ്. പക്ഷെ റിയാലിറ്റി എന്താ? അദ്ദേഹം കണ്ടെത്തിയ സെല്ല് ഡെഡ് സെല്ലാണ്. സെല്ലെന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അദ്ദേഹം റോബർട്ട് ഹുക്ക് തന്നെയാണ്. എന്നാൽ ലിവിങ് സെല്ലിനെ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം മാറി, ആന്റോൺ വാൻ ലീവൻ ഹുക്കാണ്. അപ്പോൾ വളരെ സൂക്ഷ്മമായി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണിത്. അല്ലെങ്കിൽ തെറ്റിപ്പോകും, അല്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെ പഠിക്കണം? കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ മക്കളെ, 8ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും വളരെ കൃത്യമായി പഠിപ്പിച്ചു തരാൻ വേണ്ടി സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് യോധ ബാച്ച്. യോധ ബാച്ചിനെ കുറിച്ച് ഇതിനോടകം തന്നെ മക്കൾക്ക് അറിയാം. ഒരുപാട് മക്കൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഇനി എൻറോൾ ചെയ്യാൻ ബാക്കിയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. യോധ ബാച്ചിൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതായത് ഓരോ ചാപ്റ്ററും നമ്മൾ ഡിവൈഡ് ചെയ്യും. ഒരു ചാപ്റ്റർ ഒറ്റ ഷോട്ടിലല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ 7 CBSE യൂട്യൂബ് ചാനലിൽ കണ്ടതൊക്കെ എന്താ? ഒരു ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്യും, ഒരു റിവിഷൻ പോലെ ഒരു സിംഗിൾ ഷോട്ടിൽ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഒരുപാട് മക്കൾ ചോദിക്കാറുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് തരുമോ, കുറേ പ്രാക്ടീസ് ചെയ്യാനുള്ള സംഭവങ്ങൾ തരുമോ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ബാച്ചിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻവെസിബിൾ ലിവിങ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ 6ഓ 7ഓ പാർട്ടാക്കി എടുക്കാം. അപ്പോൾ ഓരോ പാർട്ടും വളരെ വിശദമായി എല്ലാ കാര്യങ്ങളും, അതിലിപ്പോൾ എക്സ്ട്രാ റീഡിങ്സ് ഉണ്ടെങ്കിൽ അതും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെയധികം മികച്ച ഒരു ബാച്ച് തന്നെയാണ് യോധ ബാച്ച് എന്ന് പറയുന്നത്. ഇനി ഓരോ പാർട്ട് കഴിയുമ്പോഴും ആ പാർട്ടിലെടുത്ത ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട DPP ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ റിവിഷൻസ് ഉണ്ട്, ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങുന്ന ബാച്ചാണ് യോധ ബാച്ച് എന്ന് പറയുന്നത്. സോ ഇതിനോടകം തന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ മക്കൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. എൻറോൾ ചെയ്യാൻ ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യണം. സോ മികച്ച വിജയം എല്ലാവർക്കും നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.